ഹലോ നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്നും ഞാൻ അവിടെ ഇവിടെയും കറങ്ങി നടക്കുന്ന വീഡിയോ ആയിട്ടല്ലേ വരുന്നത്. ഇന്ന് കുറച്ച് കാര്യപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിച്ചാലോ. ഇതാണ് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്, അതായത് നമ്മളുടെ നെടുമ്പാശ്ശേരി വിമാനത്താവളം. കേരളത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളവും തിരക്കേറിയ വിമാനത്താവളവും ഇന്ത്യയിലെ തന്നെ തിരക്കേറിയ 5ാമത്തെ വിമാനത്താവളവും നെടുമ്പാശ്ശേരി വിമാനത്താവളമാണ്. 1999 മെയ് 25 ഈ വിമാനത്താവളം ഓപ്പണായത്. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് നമ്മുടെ സ്വന്തം കേരളത്തിലെ നമ്മുടെ വിമാനത്താവളമായ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് അഥവാ നെടുമ്പാശ്ശേരി വിമാനത്താവളം. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും വലിയ ബഹുമതിയായ ചാമ്പ്യൻ ഓഫ് ദി എർത്ത് എന്ന പുരസ്കാരം 2018 ഈ വിമാനത്താവളം നേടിയിട്ടുണ്ട്. കേരളത്തിലെ മൊത്തം വിമാനയാത്രക്കാരുടെ 63% ഈ വിമാനത്താവളമാണ് നിറവേറ്റുന്നത്. 32 രാജ്യങ്ങളിൽ നിന്നുള്ള ഏകദേശം 10,000 പ്രവാസി ഇന്ത്യക്കാരാണ് ഈ വിമാനത്താവളത്തിനായിട്ട് ധനസഹായം കൊടുത്തിട്ടുള്ളത്. 2,25,000 ചതുരശ്ര മീറ്ററിലധികം വിസ്തീർണമുള്ള 3 പാസഞ്ചർ ടെർമിനലുകളും ഒരു കാർഗോ ടെർമിനലും ഈ വിമാനത്താവളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. 2015 ഈ വിമാനത്താവളത്തിലെ സോളാർ പ്ലാന്റിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. ഇനി കുറച്ച് ചരിത്രം. 1936 കൊച്ചി രാജാവ് വില്ലിംഗ്ടൺ കൊച്ചി തുറമുഖത്തിൻ്റെ വികസനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരെ കൊണ്ടുപോകുന്നതിനായിട്ട് ദ്വീപിലെ ഒരു എയർ സ്ട്രിപ്പായിട്ടാണ് കൊച്ചി വിമാനത്താവളം ആരംഭിച്ചത്. ഇത് പിന്നീട് സൈനിക വിമാനത്താവളമാക്കാൻ കൊച്ചി രാജ്യം അനുമതി നൽകിയിരുന്നു. പിന്നീട് ഇന്ത്യക്ക് ഡൊമിനിയൻ പദവി ലഭിച്ചതോടെ കൊച്ചി രാജ്യം ഇന്ത്യയുമായി ലയിക്കുകയും ഇന്ത്യൻ നാവികസേന INS ഗരുഡ ഈ വിമാനത്താവളം പ്രവർത്തിപ്പിക്കുകയും ചെയ്തു. എന്നിരുന്നാലും സിവിലിയൻ വിമാനങ്ങൾക്കുള്ള അനുമതിയും ലഭിച്ചിരുന്നു. 1980കളിലെ ഗൾഫ് സാമ്പത്തിക കുതിച്ചുചാട്ടം മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്കായി കൊച്ചിയുമായുള്ള അന്താരാഷ്ട്ര ബന്ധം വികസിപ്പിക്കേണ്ടത് അത്യാവശ്യമായി വന്നു. അങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ 8ാമത്തെ വിമാനത്താവളവും ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ 5ാമത്തെ വിമാനത്താവളവും കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളവുമായിട്ട് നമ്മളുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് മാറിയത്. ഇനി എൻ്റെ രീതിയിലോട്ട് വരാം. വിമാനം കാണാൻ പോയിട്ട് തൊട്ടപ്പുറത്ത് കൂടി ഒരു ട്രെയിൻ പോകുന്നത് കൂടി കാണാൻ പറ്റിയിട്ടോ. ഇപ്പുറത്ത് വിമാനം പോകുന്നു, ഇപ്പുറത്ത് ട്രെയിൻ പോകുന്നു. എന്തായാലും വിമാനത്തിനകത്ത് ഒരുപാട് തവണ കയറിയിട്ടുണ്ടെങ്കിലും നമ്മൾക്ക് അതിൻ്റെ പുറം ഭാഗം നന്നായിട്ട് കണ്ട് ആസ്വദിക്കാൻ പറ്റാറില്ലല്ലോ. നമ്മളുടെ തലയ്ക്ക് മുകളിൽ കൂടെ അതിങ്ങനെ അടുത്തു കൂടി കയറി പോകുന്നത് കാണാനൊരു ഭംഗിയല്ലേ. അപ്പോൾ അത് കാണാൻ വേണ്ടി അതിൻ്റെ ഇപ്പുറത്തെ സൈഡ് കൂടെ ഒരു വഴിയുണ്ടെന്ന് അറിഞ്ഞിട്ട് അതുവഴി പോയി നമ്മൾ വിമാനം പറന്ന് പൊങ്ങുന്നത് പുറത്ത് നിന്ന് കണ്ടിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും. ഓക്കെ, ബായ്.